അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. അള്ളാഹു നമുക്കെല്ലാവർക്കും ആരോഗ്യവും ആഫിയത്തും ദീർഘ ആയുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. ഉള്ള ആയുസ്സിൽ നല്ല കാര്യങ്ങൾ പറയാനും ചെയ്യാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. എല്ലാവരോടും സ്നേഹത്തോടെയും ഐക്യത്തോടെയും ബഹുമാനത്തോടെയും ആദരവോടെയും സന്തോഷത്തോടെയും റാഹത്തോടെയും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പല ആളുകളും വിളിച്ച് ചോദിക്കാറുണ്ട്, ഉസ്താദെ, കടയിൽ കച്ചവടം വളരെ കുറവാണ്. ചില ദിവസങ്ങളിൽ കച്ചവടം ഉണ്ടാകും, ചില ദിവസങ്ങളിൽ കച്ചവടം ഉണ്ടാവില്ല, ചില ദിവസങ്ങളിൽ തീരെ കച്ചവടമില്ല. ഇങ്ങനെ കച്ചവടം ഇല്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. കച്ചവടമില്ലാതിരിക്കാൻ പല കാരണങ്ങളും ഉണ്ടാകും, അതും കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ചില കടയിൽ കയറിയാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആ കട എപ്പോഴും നല്ല വൃത്തി ഉണ്ടായിരിക്കണം. മെയിൻ അതാണ്. രണ്ടാമത്തത്, കച്ചവട സാധനങ്ങൾ വാങ്ങാൻ വരുന്ന ആളുകളോട് മാന്യമായ രീതിയിൽ നല്ല രീതിയിൽ ചിരിച്ചു കൊണ്ട് പെരുമാറണം. മൂന്നാമത്തത്, സാധനങ്ങൾ നല്ല വൃത്തിയുള്ള കേടില്ലാത്ത നല്ല സാധനങ്ങൾ കൊടുക്കുക. പിന്നൊന്ന്, ഒരല്പം 1 ഗ്രാമെങ്കിലും നമ്മൾ മുൻതൂക്കം കൂട്ടി കൊടുക്കുക. സ്വർണം തൂക്കുന്നത് പോലെ കറക്റ്റായിട്ട് തക്കാളിയും പച്ചമുളകും വെണ്ടയ്ക്കൊക്കെ തൂക്കി കൊടുത്താൽ അത് കസ്റ്റമർ കാണുന്നുണ്ടാകും, ഒപ്പിക്കൽ. അപ്പം അതും ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല, അപ്പോൾ അവർ അങ്ങോട്ട് വരില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളെ കച്ചവടം കൂടും. പിന്നെ ചില കച്ചവടക്കാർ 1 കിലോ പഴം ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 40 രൂപയായിരിക്കും 1 കിലോന്. 1 കിലോയിൽ ഏറെ ഇട്ടിട്ട് 50 രൂപക്കാക്കട്ടോ എന്ന് പറയും. അങ്ങനെ 50 രൂപക്കാക്കി. ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുകയില്ല. ആ 40 രൂപക്ക് കറക്റ്റാക്കിയിട്ട് അവർക്ക് കൊടുക്കുക. ഇനി 40 രൂപയിൽ കുറഞ്ഞാലും അവർക്ക് കുഴപ്പമില്ല, ഏറരുത്. ഇതൊക്കെ കച്ചവടക്കാർ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 1 കിലോ ചോദിച്ചാൽ 1 കിലോ കൊടുക്കുക, 1/2 കിലോ ചോദിച്ചാൽ 1/2 കിലോ കൊടുക്കുക. അത് ഏറാൻ പാടില്ല. ചില ആളുകളടുത്ത് പൈസ ഉണ്ടാവില്ല, ചില ആളുകളടുത്ത് പൈസ ഉണ്ടെങ്കിൽ അത് അവർക്ക് ആവശ്യം ഉണ്ടാവില്ല, അവർ ചോദിച്ചാൽ തന്നെ കൊടുക്കണം. അതാണല്ലോ കച്ചവടം. അങ്ങനെ കച്ചവടം നിലനിർത്തണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി കച്ചവടം കൂടാനുള്ള ഒരു ടിപ്സ് പറഞ്ഞുതരാം. ഒരു വെള്ളക്കടലാസിൽ ഒലോടുകൂടി നല്ല നിയ്യത്തോടു കൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 35 പ്രാവശ്യം എഴുതി വളരെ സൂക്ഷ്മതയോടുകൂടി കച്ചവട ചരക്കിൻ്റെ ഇടയിൽ സൂക്ഷിക്കുക. ഇടയിൽ. മറ്റൊന്ന്, സൂറത്തുൽ ഹജ്ജിലെ 23, 24 ഈ 2 ആയത്തുകൾ നമ്മുടെ കടയിൽ വെച്ച് ഓതുകയും അത് എഴുതി സൂക്ഷിക്കുകയും ചെയ്താൽ ആ കടയിൽ നല്ല കച്ചവടം കൂടും, കസ്റ്റമർ അധികരിക്കും, ലാഭം കൂടും. എന്ത് ചെയ്താൽ മതി? 2 കാര്യങ്ങൾ. ഒന്ന്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 35 പ്രാവശ്യം എഴുതി സൂക്ഷിക്കുക, കടയിൽ സൂക്ഷിക്കണം. മറ്റൊന്ന്, സൂറത്തുൽ ഹജ്ജിലെ 23, 24 ആയത്തുകൾ എഴുതി അത് ഓതുകയും എഴുതി കടയിൽ സൂക്ഷിക്കുകയും ചെയ്യുക. ഈ 2 കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തതയോടുകൂടി ചെയ്താൽ നമ്മളെ കച്ചവടം വർദ്ധിക്കും, പണം കൂടും, ലാഭം അധികരിക്കും. ഈ ആയത്ത് ഓതുന്നത് എല്ലാ ദിവസവും ആ കടയിൽ വെച്ച് ആ 2 ആയത്ത് ഓതണം. അല്ലെങ്കിൽ ആ സൂറത്തുൽ ഹജ്ജ്, ചെറിയ സൂറത്താണ്, ആ ഹജ്ജ് സൂറത്ത് മുഴുവനായി ഓതി ഒന്ന് പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട്. അള്ളാഹു എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇത് റാഹത്താക്കി തരട്ടെ. നമ്മുടെ കച്ചവടത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.